CUT-UG 2026 റിസൾട്ട് വന്നതിന് ശേഷം, സ്കോർ കാർഡ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ വന്ന് പറയുന്നൊരു പരാതിയായിരുന്നു, സാറേ എൻ്റെ സെയിം സബ്ജക്റ്റ് എഴുതിയ കുട്ടികൾക്ക് പല മാർക്കാണ്. എന്താ വെച്ചാൽ സെയിം സബ്ജക്റ്റാണ്, പക്ഷേ പെർസെൻറ്റേജ് സെയിം ആണ്, 90% ആണ് രണ്ടാൾക്കാർക്കും. പക്ഷെ അതിൻ്റെ സ്കോർ നോക്കുമ്പോൾ ഒരാൾക്ക് 190യും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് 230 എബോവ് ആണ് സ്കോർ വരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ വന്ന് ഇങ്ങനെ പരാതി പറയാൻ, എന്താണ് സാർ ഇത് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ CUT-UG കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ പല ഷിഫ്റ്റുകളായിട്ടാണ് നടന്നത്. മെയ് സ്റ്റാർട്ട് ചെയ്ത എക്സാം ജൂൺ 7 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇടയിൽ ഒരുപാട് ഷിഫ്റ്റുകൾ, ഒരു സബ്ജക്റ്റിൽ തന്നെ 10, 15, 20 വരെ ഷിഫ്റ്റുകൾ പോയ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ പല ഷിഫ്റ്റുകളായിട്ടാണ് നടന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഷിഫ്റ്റുകൾ നടന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. എന്താ പറയുക, ചില ഇതിലൊക്കെ ആൾക്കാർക്ക് 90% മാർക്ക് ഉണ്ടാവും, പക്ഷേ അതിൽ സ്കോർ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്കോർ ആയിരിക്കും. 95% മാർക്ക് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്കോർ കുറച്ച് കുറവായിരിക്കും. 190, 250 ഔട്ട് ഓഫ് 190 ഒക്കെ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട ആ ഒരു ഷിഫ്റ്റ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു, ടഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. പക്ഷെ അതിൽ ആ കുട്ടി 95% ആൾക്കാരെക്കാളും, ഇപ്പോൾ ഒരു കുട്ടിക്ക് 95% ആണ് ഒരു ഷിഫ്റ്റിലുള്ള മാർക്ക് എന്ന് വെച്ചാൽ, പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ആ ഒരു എക്സാം എഴുതിയ 95% ആളെക്കാളും കൂടുതൽ മാർക്കാണ് ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റികളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ സ്കോറാണ് കൺസിഡർ ചെയ്യുക. നമ്മളുടെ പെർസെൻറ്റേജ് അല്ല, സ്കോറാണ് പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സ്കോർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ചില ടഫസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്ന കുട്ടികളുണ്ട്, അവരുടെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ പെർസെൻറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർക്സ് കുറവാണ്. സെയിം ഇതെടുത്ത പെർസെൻറ്റേജ് എടുത്ത 95% അല്ലെങ്കിൽ 90% എടുത്ത കുട്ടികളുടെ രണ്ടാൾക്കാരും സെയിം സബ്ജക്റ്റ് ആണ്, പക്ഷെ മാർക്ക് നോക്കുമ്പോൾ 40-50 മാർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക എന്നുള്ളതൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും NTA ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ പെർസെൻറ്റേജിലൊന്നും വാല്യൂ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് മാർക്കാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷയമാണ്. ഈ ഒരു കൺസേൺ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റി ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 1-2 യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതെങ്ങനെയാണ് ഈ ഒരു പെർസെൻറ്റേജിനെ വാല്യൂ ചെയ്യുന്നുണ്ടോ അല്ല സ്കോർ മാത്രമാണോ നോക്കുന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കിട്ടിയ മാർക്കിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെ നമുക്ക് പെർസെൻറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ അതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ കിട്ടിയ മാർക്ക് അനുസരിച്ച് നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുക. മിനിമം ഒരാൾ 5 യൂണിവേഴ്സിറ്റികളെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT എഴുതിയിട്ടുള്ള, ഇപ്പോൾ കുറേ നല്ല മാർക്ക് എടുത്തവരുണ്ടാകും, അല്ലാതെ കുഴപ്പമില്ല എടുത്തവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഡൗട്ടും ടെൻഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. CUT-യുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലുള്ള കമൻറ്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.